ഒരു കള്ള ബഹുമാനം. ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുമല്ല, നിന്റെയൊക്കെ മാമൻ തന്നെ. മാമൻ വരുമ്പോ ബഹുമാനിക്കണ്ടേ? ഓ ഭയങ്കര ബഹുമാനം തന്നെ. എന്തോടാ നിന്റെയൊക്കെ മുഖത്തൊരു പേടി? പേടിയൊന്നുമില്ല. മാമൻ എന്താ ഈ നേരത്ത്? എനിക്കിവിടെ വരാൻ വേണ്ടി നേരവും കാലം നോക്കണം. പിന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി ഇപ്പൊ കയറി വന്നത്. സർപ്രൈസ് കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കണം നമ്മളൊരു ട്രിപ്പിന് വേണ്ടി ഈ പാതിരാത്രി? ഓ നാളെ. ആ മക്കളെടാ, എനിക്ക് 2 മാസം ലീവ് കിട്ടി. അപ്പൊ ഞാൻ എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് എന്റെ മക്കളെ കുറിച്ചൊക്കെ ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് നാമൊക്കെ അടിച്ചു പൊളിച്ച് കൂടിയിട്ടൊക്കെ അങ്ങ് പോവാ. എന്നാലും ഞങ്ങളോട് മാമനോട് ആരാ പറഞ്ഞേ? ഇവൻ എന്റെ ചെറുക്കനല്ലേ പറഞ്ഞത്. നിങ്ങളെ വിളിച്ച് ഒരുപാട് വിളിച്ചിട്ട് സത്യത്തിൽ നിങ്ങൾ ആരും ഫോൺ എടുക്കുന്നില്ല. എന്തോ നിങ്ങൾ എന്റെ അടുത്ത് കള്ളത്തരം കാണിച്ചിട്ടാണ് ഫോൺ എടുക്കാത്തത്. അല്ലല്ല, പിന്നെ 2 കൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങ് വന്നു. ഇവിടെ കൊള്ളടാ, കിടില സെറ്റപ്പ്. ഇവിടെ എന്തൊരു ശാന്തതയെന്ന് അറിയാമോ? കൊടുക്കാറ്റിന് പിന്നെ ഇങ്ങനൊരു ശാന്തതയൊക്കെ പതിവാണല്ലോ. നീ എന്തോ എന്നെ വെച്ച് പറഞ്ഞായിട്ട് തോന്നിയല്ലേ? നടക്കാൻ പോകുന്ന ഫ്ലാഷ് ബോക്ക് എന്തിനാ മുൻകൂട്ടി പറയുന്നത്? ഓ അങ്ങനെ എന്തൊരു സെറ്റപ്പ്, ലൈറ്റും കളറും കൊള്ളലടേ. നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ഡെക്കറേഷൻ ലൈറ്റ് ഇന്ന് ഞങ്ങളെയാ ഇന്നായിരുന്നു ബർത്ത്ഡേ. ഞാൻ വിട്ടുപോയി മക്കളെ. ആ അപ്പൊ എന്തായാലും ഞാൻ വന്നത് നന്നായി. നമുക്ക് അടിച്ചു പൊളിക്കാൻ ബർത്ത്ഡേ. അയ്യോ, ഞങ്ങളെ ബർത്ത്ഡേ ഇന്നലെ രാത്രി കഴിഞ്ഞല്ലോ. ഇന്നലെ കഴിഞ്ഞ എന്തായാലും ഞാൻ വന്നല്ലേ, ഒന്നും കൂടെ അടിച്ചു പൊളിക്കാം. അയ്യോ മാമ, രാത്രിയായി. ഇനി നാളെ രാവിലെ എടാ ആഘോഷമായിട്ട് തന്നെ അടിച്ചു പൊളിക്കാം. അത് നാളെ മറ്റൊന്ന് മാറ്റി വെക്കരുത്, മനസ്സിലായി? എടാ ഞാൻ ഗോളിയാർന്ന് വന്ന ട്രെയിനിൽ കിടന്ന് ഒരു തുള്ളി മദ്യം ഞാൻ അടിച്ചിട്ടില്ല. എനിക്ക് 2 അടിക്കണം. മക്കളെ സെറ്റപ്പ്. ഫ്രഷ് ആവണല്ലേ? അതാണ്. ഞാൻ കുളിക്കത്തില്ല. എന്റെ ഗോളിയാറിലെ മണം ഒരാഴ്ച എനിക്ക് നിൽക്കണം. മക്കൾ പൊക്കോ, നിങ്ങൾക്ക് നാട്ടം പിടിക്കില്ല. നിനക്കൊക്കെ മതിയായില്ലേ? നിനക്കൊക്കെ മതിയായല്ലോ അല്ലേ? എല്ലാം തീർന്നു. ഇയാളെങ്ങനെ പലതും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്ത് കയറാൻ പറ്റൂലടേ. അത് മാത്രോ, ഇങ്ങനെ അവളുമാരെ കണ്ട് അവളുമാരെ ഗംഗ കണ്ട് ഹായ്, പിന്നെ നമ്മള് ചുടുകാട് കണ്ടാ മതി. ഏത് ഗതികെട്ട നേരത്താണ് ഇതൊക്കെ ചെയ്യാൻ തോന്നിയത്? അതെ, ഒരു പ്രശ്നം വരുമ്പോ അതെങ്ങനെയെങ്കിലും ഫേസ് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്ക്. ഗംഗ നമ്മൾ കൊണ്ടുവന്നില്ലേ, അപ്പൊ നമ്മൾ കാമുകി വരെ വന്നില്ലേ, നമ്മളത് നൈസായിട്ട് ഡീൽ ചെയ്തില്ലേ. എന്നിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ച് ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത്. അപ്പോഴാണ് നമ്മൾ 3 പ്രതീക്ഷിക്കാതെ നമ്മൾ മാമൻ തണ്ടി കയറി വന്നത്. നമ്മളത് നൈസായിട്ട് അങ്ങ് ഡീൽ ചെയ്യും. ഓക്കെ, എന്നിട്ട് അവളുമാരുടെ ഗോവയ്ക്ക് ട്രിപ്പ് പോവുകയും ചെയ്യും. അല്ല, അപ്പൊ അങ്ങനെ കുപ്പി ഉണ്ടാക്കണ്ടേ? ജേഡി എടുത്തോണ്ട് വരട്ടാ. ഒരു ചെടിക്കൊള്ളൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, നമ്മളെ സ്റ്റോർ റൂമിൽ ഒരു ലോക്കൽ ബ്രാൻഡ് എടുത്തോട്. 4 എണ്ണം അത് തല്ലുമ്പോഴത്തേക്ക് ആശാൻ ഓഫ് ആവും. മിലിറ്ററി ആണെന്നേ ഉള്ളൂ, വലിയ കപ്പാസിറ്റി ഒന്നുമില്ല. അടിച്ച് ഓഫ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ റൂമിൽ കൊണ്ട് കിടത്താം. അപ്പൊ നമുക്ക് നൈസായിട്ട് അവളുമാരെ പുറത്തുവിടാം. അപ്പൊ നമുക്ക് ഗോവയ്ക്ക് വേണ്ടേ? ഓടാതെ നാളെ പോകുന്നതിനിടയിൽ പ്ലാൻ ചെയ്താൽ പോരെ? ഓൾറെഡി നമ്മൾ മാമനോട് പറഞ്ഞിട്ടുണ്ടല്ലോ നാളെ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടോ. അപ്പൊ അത് സീനില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ അവളുമാരെ വിളിച്ച് പറ നമ്മുടെ തെണ്ടി മാമ വന്നിട്ടുണ്ട്, പുറത്തോട്ടൊന്നും ഇറങ്ങല്ലെന്ന് കേട്ടോ. അല്ല, അപ്പൊ ഗംഗ അടുത്ത് പറയണ്ടേ? വിളിച്ചു വിളിക്കാം. അല്ല, അവിടെ നമ്പർ എൻ്റെ ഉണ്ടോ? ഇല്ല. ഗംഗയോട് പറയണ്ട, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ ഇറങ്ങൂല. അത് പറഞ്ഞു. ഇനി പഴയ ബാധയെങ്ങാനും കരുതാക്കെടുത്ത് വളയ്ക്കാതെ മക്കളെടാ. ഓ കാലം കൂന്ന് വാ, കുപ്പി എടുക്കാം. ഇയാള് ഞങ്ങളെയും കൊണ്ട് പോവും. മിക്സ് ചെയ്ത് കൊടുത്താൽ എന്നിട്ടാണ് അത് മാറി കുറിച്ച് നമ്മളിടന്ന് തുടങ്ങാം. അപ്പൊ അമ്മ തുടങ്ങാം. എന്തോടാ അത്? ഇത് സൽസ. മാമൻ ഇഷ്ടല്ല. എനിക്ക് കുറച്ച് ദിവസം ലീവുള്ളൂ. ഇവിടെ അടിച്ച് ബോധമില്ലാതെ കിടക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. ചെവി അടിക്കണം. എടാ അടിക്കണമെങ്കിൽ നല്ല സാധനം അടിക്കണം. 2 പെഗ് മതി. 1.5 ആഴ്ച നല്ല പറന്ന് നടക്കാം. ചുമ്മാ സാൽസയും കൊണ്ട് വന്നിരിക്കണം. എങ്ങനെയുണ്ട്? നന്നായി. ഇന്ന് രാത്രി നാളെ പകലും നമ്മൾ നിർത്തുന്നേയില്ല. അടിയോടടി ബോധം പോകുന്നത് വരെ. ഇനി ഇങ്ങനെ ഒരു ബർത്ത്ഡേ നിന്റെ ജീവിതത്തിൽ നീ ഒന്നും ആഘോഷിക്കില്ല. നന്നായിട്ടുണ്ട്. അപ്പൊ തുടങ്ങാം. അല്ല മാമ, മാമിയെ കാണാൻ പോയില്ലേ? സാധാരണ അങ്ങോട്ടാണല്ലോ പോവേണ്ടത്, പിന്നെന്ത് ഇവിടെ?
അവിടെ പോയാൽ സമാധാനം കിട്ടൂലെന്ന് കരുതിയാ നിന്നെയൊക്കെ കാണാൻ ഞാൻ ഇവിടെ വന്നത്. അതെന്ത് മാമ, മാമന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമല്ലേ ആയുള്ളൂ. കല്യാണം ഇതിനൊക്കെ ആടാ കല്യാണം എന്ന് പറയുന്നത്? 34-ാമത്തെ വയസ്സിൽ, അത് നിർബന്ധിച്ച് കുടുംബക്കാരെല്ലാം കൂടെ ഒരു കൊച്ചു പെണ്ണിന് എൻ്റെ തലയെ കെട്ടി വെച്ച് തന്നു. അയ്യോ ഒന്നും പറയണ്ടേ. ആ മാമിയുടെ ഫോട്ടോ നമ്മള് കണ്ടായിരുന്നു, കല്യാണ ഫോട്ടോയില്. ആണാ? എങ്ങനെ ഉണ്ട്? സോറി മാമ, അവൻ വെള്ളത്തിന്റെ പുറത്ത് അറിയാതെ. എന്തിനടാ സോറി? ഉള്ളതല്ലേ പറഞ്ഞത്. അതെനിക്കറിയാം. ആളൊക്കെ സൂപ്പറായിരുന്നു. ആ എന്നിട്ട് എന്ത് കാര്യം? അല്ല മാമൻ എന്താ ഉദ്ദേശിച്ചേ? മാമൻ കാര്യം പറ മാമ, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും എന്ത്? അല്ല മിണ്ടാറില്ല. മിണ്ടൂലേ? എന്ത് മിണ്ടാ? മാമൻ പറ മാമ, പിന്നെന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല, അതാണ് കാര്യം. किसी की मुस्कुराहटों पे हो निसार, किसी का दर्द मिल सके तो ले उठा, किसी के वास्ते हो तेरे दिल में प्यार, जीना इसी का नाम है. അത് പിന്നെ മാമ ഈ ആദ്യത്തെ ദിവസമല്ലേ, അതിന്റെ ഒരു നാണോ ചമ്മലൊക്കെ കാണും, അതുള്ളതാ. ശരിയാ, ഫസ്റ്റ് അല്ലേ നാണവും ചമ്മലൊക്കെ കാണും എന്ന് വിചാരിച്ച് ഞാൻ വിട്ടുകൊടുത്തു. കൊടുക്കണം മാമ. അത് 2-ാമത്തെ ദിവസമായി എന്ത് ചെയ്യും? പോട്ട്, അത് 3, 4, 5, 6 ആയ എന്ത് ചെയ്യും? 7, 8, 9 ഉണ്ടല്ലോ. സഹിക്കോ? പാടാ. ഒരു പക്ഷെ നീ സഹിക്കോ? ഞാൻ സഹിക്കൂല, ഇല്ലല്ല. ഒരിക്കലും ഇല്ല. ആ പക്ഷേ 7-ാമത്തെ ദിവസം ഞാൻ വിട്ടുകൊടുത്തില്ല. പ്ലീസ് ഇന്നെങ്കിലും പ്ലീസ്. പ്രശാന്ത്, My ex-boyfriend. മാമ ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ, അത്ര വലിയ കാര്യം നോക്കണ്ട. നമ്മൾ ആണുങ്ങളാണ്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ. അതെ ഞാൻ കാര്യമാക്കിയില്ല, ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ. പക്ഷേ കാലനി അവിടെ കൊടുത്തു, കയ്യെങ്കിലും. My രാജേഷ്, second ex. ഇത് 3-ാമനായിരിക്കുമല്ലേ? പിന്നെ എനിക്കൊന്നും മാറ്റി നോക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. കഷ്ടം. അത് കളമാമ, അതൊക്കെ ഞാൻ വിട്ടടാ. കുടുംബമായാലേ ഒരുമിച്ചൊക്കെ പോവാന്ന് വിചാരിച്ച് എൻ്റെ കുറേ കൂട്ടുകാരന്മാർ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ സഹിക്കണമെന്ന്. ഞാൻ സഹിച്ചു. പിന്നെ ഞാൻ അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവൾ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് രാത്രി 12 മണിക്ക് സൂപ്പർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവളെ വീട്ടിൻ്റെ മതിൽ ചാടി അകത്ത് കയറി. ചെന്നപ്പോഴാണ് എൻ്റെ പൊന്നു മരുമക്കളെ, അവളെ വീട്ടിൻ്റെ 4 ചുറ്റും സ്പൈഡർമാനും ബാറ്റ്മാനും അവഞ്ചേഴ്സിലെ ഫുൾ ആൾക്കാരും. അത് സഹിക്കാം. വിനയൻ്റെ പടത്തിലെ മറ്റേ അതിശയനില്ലേ, അവൻ വരെ വന്ന് വീട്ടിൻ്റെ മുറ്റത്തേക്കും. സഹിക്കോ ഞാൻ? നിങ്ങളാണെങ്കിൽ സഹിക്കോ? ഡിങ്കനില്ലായിരുന്നോ? മകളെ, നിങ്ങളോട് എനിക്ക് അതൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഇനി എന്ത് പോക്കൃത്തനം കാണിച്ചിട്ട് വന്നാലും നിങ്ങളെ മാമ നിങ്ങളെ കൂടെ വയ്ക്കും. പക്ഷെ പെണ്ണ് കേസ് അത് ഞാൻ സഹിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് നിന്നെയൊക്കെ വീട്ടിൽ. ഞാൻ ആരാണെന്ന് അറിയാലോ? ആ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതിനെ എന്ത് ചെയ്യണം? മാമനെ മാനസികമായി കീഴ്പ്പെടുത്താനുള്ള ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. എന്താ? വെയിറ്റ്. മാമൻ്റെ ആ പഴയ ഇന്ദുവിനെ ഓർമ്മയുണ്ടോ? ഇന്ദുലേക്ക് ഓർക്കുന്നുണ്ടോന്ന്? അതൊക്കെ ഞാൻ എങ്ങനെ മറക്കൂടാ? ഏറ്റു തുടങ്ങി. കേട്ടോ. അന്നത്തെ ദേവിക ടീച്ചറിന്റെ വീട്ടിലെ ട്യൂഷൻ ക്ലാസ്. ഒരു കർക്കിടക മാസം, ഭയങ്കര മഴ. ട്യൂഷൻ കഴിഞ്ഞ എല്ലാ കുട്ടികളും കുടയും ചൂടി പോയി വീട്ടില്. കൂടെ ഞാനും.
ഒരാൾ മാത്രം ടീച്ചറിന്റെ വീട്ടിന്റെ ഉമ്മറപ്പുറത്ത് അങ്ങനെ നിന്നു. എൻ്റെ ഇന്ദു. കാരണം എന്താ? അവൾക്ക് മഴ ഭയങ്കര പേടിയായിരുന്നു. ഒരു ദിവസം സന്ധ്യയായിട്ട് മഴ തോർന്നില്ല. അങ്ങനെ ഇന്ദു എൻ്റെ കുടയിൽ കയറി. ഞാനും ഇന്ദു മാത്രം എൻ്റെ കുടക്കീഴിൽ. നല്ല മഴ. ഇടവഴിയിലൂടെ ഞാനും ഇന്ദു. ഓഹ്, അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ പൊന്നും മരുമക്കളെ. അതിനുശേഷം ഞാനും ഇന്ദു എന്നും ഒരുമിച്ചാണ് കുടയിൽ പോകാറുള്ളത്. എന്നാ പിന്നെ മാമനൊരു കുട വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നു? എന്തിന്? അവൾക്ക് കുട ഉണ്ടായിരുന്നു. എൻ്റെ കുടയിൽ കയറാൻ വേണ്ടിയാണ് അവൾ ബാഗിൽ നിന്ന് കുട എടുക്കാത്തത്. ഓ just ഭയങ്കര രക്ഷയില്ല. അടിപൊളി അല്ലടാ. നല്ല ഫ്രഷ് ടെസ്റ്റ്. ഞാൻ എൻ്റെ ഇന്ദുവിന് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഏതായാലും ഗുദർ പാട്ടായിരിക്കും. ആ പാട്ട് പാടിയാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ പട്ടാള ക്യാമ്പിൽ വരെ ഞാൻ ഉറങ്ങുന്നത്.